പോയി പോയി മക്കളെ പോയി. നമ്മുടെ സാംസങ്ങിന്റെ വാഷിംഗ് മെഷീൻ വീണ്ടും പണി തുടങ്ങി. അപ്പൊ ഇത് മേടിച്ചിട്ട് ഇപ്പൊ 5 വർഷമായിട്ടാ. അപ്പൊ മേടിച്ച് 1 വർഷമായപ്പോ തന്നെ ഇതിന്റെ ഷാഫ്റ്റ് ഒരു പ്രാവശ്യം ഒടിഞ്ഞു പോയിരുന്നു. ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഡ്രം കറക്കണ ഷാഫ്റ്റ്. അപ്പൊ ഇത് ഒടിഞ്ഞു പോയപ്പോ അന്ന് ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചപ്പോ അവർ പറഞ്ഞത് നമ്മള് സോപ്പ് ലിക്വിഡ്, സോപ്പ് പൗഡർ, അതായത് ഈ ലോക്കലായിട്ട് ഇടുന്ന സോപ്പ് പൗഡർ ഉണ്ടല്ലോ, ബ്രാൻഡഡ് ആണെന്നല്ലാത്തത്, നമ്മൾ 5 കിലോയും ഒക്കെ 100 രൂപയ്ക്കൊക്കെ ഇടുന്ന അങ്ങനത്തെ സോപ്പ് പൊടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഷാഫ്റ്റും അത് ഇങ്ങനെ പതയായിട്ട് പോകാത്തതുകൊണ്ട് അതും തന്നെ പിടിച്ചു നിന്ന് അങ്ങനെയാണ് ഷാഫ്റ്റ് ദ്രവിച്ച് അങ്ങനെ ഒടിഞ്ഞു പോകണമെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം ഞങ്ങള് കണ്ടിന്യൂ ഉജാലയോ അല്ലെങ്കിൽ സർഫെക്സലോ ഏരിയലോ അങ്ങനെയുള്ള ലിക്വിഡുകൾ മാത്രം ഉപയോഗിക്കണം. അത് മാത്രം ഉപയോഗിച്ച് ഇത്ര നാൾ കഴുകിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വീണ്ടും ഷാഫ്റ്റ് ഒടിഞ്ഞു. ഇത് കണ്ടോ, സാംസങ്ങിൽ കംപ്ലൈന്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ അവരിവിടെ വന്ന് നോക്കി അപ്പൊ തന്നെ പറഞ്ഞു ഷാഫ്റ്റ് ഒടിഞ്ഞിട്ടുണ്ടെന്ന്. മാറ്റണമെങ്കിൽ 6000 രൂപയുടെ അടുത്ത് ചെലവ് വരുന്നു പറഞ്ഞു. അപ്പൊ ഇപ്പൊ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് സാംസങ്ങിൽ തന്നെ കൊടുത്ത് ഇതിന്റെ ഷാഫ്റ്റ് മാറ്റിക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കലായിട്ടുള്ള വേറെ സർവീസ് സെന്ററിൽ കൊടുത്ത് അങ്ങനെ മാറ്റിക്കണോ, അല്ലെങ്കിൽ മെഷീനെ മാറ്റുന്നതാണോ നല്ലത്. വേറെ മെഷീൻ ഒരു കംപ്ലൈന്റ് ഇല്ലാട്ടോ, നല്ല സൂപ്പർ മെഷീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെഷീനാണ് കണ്ടോ. വേറെ ഒരു പ്രശ്നമില്ല. നല്ല ചെറുതായിട്ട് ഇവിടെ ഒരു തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കാതെ തന്നെ ആയിരിക്കുള്ളൂ. ആ ചെറിയൊരു തുരുമ്പ് വേറെ എവിടെയും ഒരു കുഴപ്പമില്ല. നല്ല പൊളി കണ്ടീഷൻ, ഒന്നും പറയാനില്ല. സൂപ്പർ മെഷീനാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.